സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അബി, നീ അവിടെ ഇരുന്ന് ആ താലി കാവ്യയുടെ കഴുത്തി കെട്ട്. അബി, അബി, താലി കെട്ട്. മോനെ അബി, എന്താ ഇത്? അബി, അവിടെ ഇരിക്കേ. അബിയേട്ടാ. അബി, എന്തായി കാണിക്കുന്നേ? എനിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ല. ഇതല്ല ഞാൻ ആഗ്രഹിച്ചത്. മോനെ, നീ എന്ത് അവിവേകമായി പറയുന്നത്? ഞങ്ങളെ എല്ലാവരും ഇങ്ങനെ പരീക്ഷിക്കാതെ നീ കാവ്യയുടെ കഴുത്തി താലി കെട്ട്. അബി, നീ എന്താ ഈ കാണിക്കുന്നേ? കല്യാണം എന്ന് പറഞ്ഞ കളിതമാശയാണോ? അബിയേട്ടാ, എല്ലാരും നോക്കി നിൽക്കുവാ, താലി കെട്ട്. അബി, ഞാൻ ഇത്രയധികം പറഞ്ഞിട്ടും നീ ഒന്നും അംഗീകരിച്ചില്ലല്ലേ? ഇത് നിനക്ക് തോന്നിയത് വിളിച്ചു പറയാനുള്ള സമയമല്ല. കാവ്യയുടെ കഴുത്തിൽ താലി കെട്ടാനുള്ള മുഹൂർത്തമാ. മര്യാദയ്ക്ക് നീ കാവ്യയുടെ കഴുത്തിൽ താലി കെട്ടാൻ നോക്ക്. ഇപ്പോഴത്തെ കുട്ടികൾ ഇങ്ങനെയാ. കതിർ മണ്ഡപത്തിൽ എത്തുന്നത് വരെ ഒന്നും പറയില്ല. അതെ, ഇങ്ങനെ സംശയിച്ചു നിന്നാ മുഹൂർത്തം അങ്ങോട്ട് കഴിയും. മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് പറയാൻ മുഹൂർത്തം വരെ കാത്തിരിക്കണമായിരുന്നോ? എന്റെ മോന്റെ മനസ്സിൽ ആകെ ഒരാളേ ഉള്ളൂ, അത് കാവ്യ. മോനെ, കാവ്യ ഇഷ്ടമാണെന്ന് നീയല്ലേ എന്നോട് പറഞ്ഞത്? എന്നിട്ടിപ്പോ താലി കെട്ടാൻ പോകുമ്പോ മാറ്റി പറയാ? അബി, നിന്റെ മനസ്സിൽ എന്താന്ന് തുറന്നു പറ. ഇപ്പോ സംസാരമല്ല ആവശ്യം. മുഹൂർത്തം കഴിയുന്നതിന് മുന്നേ വിവാഹം നടക്കുകയാണ് വേണ്ടത്. അബി, താലി കെട്ട്, അതിനുശേഷം സംസാരിക്കാം. പ്ലീസ് അബി. അബി, എന്തുണ്ടെങ്കിലും നമുക്ക് സംസാരിക്കാം. പ്ലീസ്, നീ താലി കെട്ട്. അവൻ എന്തോ സംസാരിക്കാനുണ്ട്. അതിപ്പോ സംസാരിച്ചില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന ബോധ്യത്തിലാവുമല്ലോ അബി താലി കെട്ടാതെ എനിക്ക് ഇവിടെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞത്. എന്റെ മകന് ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിർബന്ധിച്ച് ഇവനെ കൊണ്ട് ഈ പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടിക്കാൻ ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ആദ്യം ഇവന് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കണമെന്നാണ് എന്റെ അഭിപ്രായം. അബി, നീ ഇവിടെ ഇരിക്കുന്നുണ്ടോ? എന്താ നിന്റെ പ്രശ്നം? അത് തുറന്നു പറ. അമ്മ എന്നോട് ക്ഷമിക്കണം. എന്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരുമ്പോ അവളെ എങ്ങനെ സ്നേഹിക്കണമെന്നും അവളുമായിട്ടുള്ള ബന്ധം എത്ര ആത്മാർത്ഥതയും സത്യസന്ധതയും ഉള്ളതുമായിരിക്കണമെന്നും അമ്മ തന്നെയല്ലേ എന്നെ ഉപദേശിച്ചിട്ടുള്ളത്. ആ ഉത്തരവാദിത്വത്തോടെ തന്നെ ഞാൻ പറയുന്നത്. കാവ്യയുടെ കഴുത്തിൽ താലി കെട്ടിയാൽ ഞാൻ കാവ്യയോട് ചെയ്യുന്ന ചതിയായിരിക്കും അത്. എനിക്ക് അവൾ ആത്മാർത്ഥമായിട്ട് എന്റെ ഭാര്യയുടെ സ്ഥാനത്ത് കാണാൻ പറ്റില്ല. എന്തുകൊണ്ടാ ഇവളെ നിനക്ക് സ്നേഹിക്കാൻ കഴിയാത്തെന്ന് പറ. നീ സ്നേഹിക്കുന്നു എന്ന് എന്നോട് പറഞ്ഞ ഈ പെൺകുട്ടിയെ ഇപ്പൊ നിനക്ക് സ്നേഹിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാ? പറ. കാരണമൊക്കെ പിന്നെ ചോദിക്കാം. ഈ നേരത്ത് അതൊക്കെ ചോദിക്കണോ? അഭി കാവ്യെ സ്നേഹിച്ചിരുന്നു ഇവിടെ എല്ലാവർക്കും അറിയാം.
ഇവരുടെ ഈ വിവാഹ മുഹൂർത്തത്തിൽ നമ്മൾ എല്ലാരും കൂടി ഇവരുടെ പ്രണയത്തെ പോസ്റ്റ്മോർട്ടം ചെയ്യല്ല വേണ്ടത്. മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് ഇവരുടെ വിവാഹം നടത്തുക വേണ്ടത്. മറ്റു പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ മുഹൂർത്തം നോക്കണ്ടല്ലോ. ആദ്യം താലികെട്ട് നടക്കട്ടെ. അബി, നീ എവിടെ ഇരുന്നേ? എന്നിട്ട് കാവ്യയുടെ കഴുത്തിൽ താലികെട്ട്. അബി, പറയുന്നത് കേൾക്കാനാ പറഞ്ഞത്. ആദി, എന്താ ഇവിടെ ഇപ്പൊ നടക്കുന്നേ? അമ്മേ, ഇപ്പൊ ഒന്നും സംസാരിക്കാൻ നേരമില്ല. ആദ്യം താലികെട്ട് നടക്കട്ടെ. അവന്റെ സമ്മതമില്ലാതെ താലി കെട്ടുകയാണെങ്കിൽ ഈ ചടങ്ങില് ഞാൻ നിൽക്കില്ല. എന്റെ മോന്റെ കല്യാണം അവന്റെ ഇഷ്ടം കൂടി നോക്കാതെ നടത്തുന്നത് ശരിയാണോ സുഹാസിനി? അച്ഛാ, ഇനി താലികെട്ടിന് മുമ്പ് ഒരു ചർച്ചയില്ല. നമുക്ക് അത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. താലികെട്ട് നടക്കട്ടെ. നീ ഇരിക്ക. മോനെ, ഇരിക്ക അഭി, ഇരിക്ക. മോളെ കാവ്യേ, നിനക്കെന്തു പറ്റി? അവിടെ ഇരിക്കേ. മോളെ ഇരിക്കേ. ആരും ഒന്നും പറയണ്ട. എന്നെ കല്യാണം കഴിക്കാൻ അബിക്ക് താല്പര്യമില്ലെങ്കിൽ ആദ്യം എനിക്കതിന്റെ കാരണം അറിയണം. എന്തുകൊണ്ട് എന്നെ അബിക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ കഴിയില്ലെന്ന് എന്റെ മുഖത്ത് നോക്കി പറയണം. കാവ്യ, നീയും ഇപ്പൊ ഇങ്ങനെ സംസാരിക്കല്ലേ? അഭി എന്തോ അബദ്ധം പറഞ്ഞു പോയതാ. നീ അത് വിട. എന്നിട്ടിതാ അബിയുടെ അരികിലിരിക്ക. ഈ കത്തുന്ന നിലവിളക്കിന്റെയും ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് അബി ഒരു അബദ്ധം പറയുമെന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടിയല്ല ഞാൻ. എന്തുകൊണ്ട് അവനെന്നെ സ്വീകരിക്കാൻ പറ്റില്ലെന്ന് അവൻ തന്നെ പറയട്ടെ. കാവ്യ, ഇപ്പൊ അത്തരം കാര്യങ്ങൾ സംസാരിക്കണോ? മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് ചടങ്ങ് നടത്തണ്ടേ? അബി നിറഞ്ഞ മനസ്സോടെ എന്റെ കഴുത്തിൽ താലി കെട്ടുന്ന സമയമാണ് മുഹൂർത്തം. മനസ്സില്ലാതെ മാറി നിൽക്കുന്ന ഈ ഓരോ നിമിഷവും എന്റെ ലൈഫിൽ നല്ല സമയമല്ല, മോശ സമയമാണ്. അതുകൊണ്ട് അബിയുടെ മനസ്സിൽ എന്താണെന്ന് അബി ആദ്യം പറയട്ടെ. എന്നിട്ട് തീരുമാനിക്കാം എന്തു വേണമെന്ന്. കാവ്യ, പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അത് നീ എന്നെ ഒന്ന് മനസ്സിലാക്ക. ഇത്രയും നാള് ഞാൻ സ്വന്തമെന്ന് കരുതി പ്രണയിച്ചു നടന്നയാള് എന്റെ കഴുത്തിൽ താലി കെട്ടുന്ന ധന്യ മുഹൂർത്തത്തിൽ ഞാനതിന്റെ ആനന്ദത്തിൽ മതിമറന്ന് നിൽക്കുമ്പോ അബിക്ക് എന്നെ വിവാഹം ചെയ്യാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടെന്ന് അറിയാനുള്ള അവകാശം പോലും എനിക്കില്ലേ? അത് ചോദിക്കരുതെന്നാണോ നീ പറയുന്നത്? ഇത്തരം സന്ദർഭങ്ങളിൽ എന്റെ ഒപ്പം നിൽക്കാറുള്ള നിനക്കെന്താ ഇങ്ങനൊരു മാറ്റം? അബിക്ക് പറയാനുള്ളത് അവൻ പറയട്ടെ. അബി, നിന്റെ മനസ്സിൽ എന്താണെങ്കിലും അതെല്ലാവരും കേൾക്ക പറഞ്ഞു. പറഞ്ഞോ അബി, എന്തായാലും പറ അബി. ഞാൻ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നതും എന്റെ ഭാര്യയുടെ സ്ഥാനത്ത് കാണുന്നതും അഞ്ജലിയാണ്. ഞാൻ സ്നേഹിക്കുന്നത് അഞ്ജലിയാണ്. കാവ്യ എന്റെ മനസ്സിലുണ്ടായിരുന്നു എന്നത് സത്യമാണ്. നമ്മൾ
നമ്മൾ ഒരുമിച്ച് പഠിച്ചവരാണ്. പരസ്പരം കണ്ടുമുട്ടുകയും പ്രണയം പങ്കുവെക്കുകയും ചെയ്തതും സത്യമാണ്. പക്ഷെ കൂടുതൽ അടുക്കും തോറും കാവ്യ ഞാൻ പ്രതീക്ഷിച്ചത് പോലുള്ള ഒരു പെൺകുട്ടിയല്ലെന്ന് എനിക്ക് മനസ്സിലായി. അതിനിടയിലാണ് ഞാൻ അഞ്ജലിയെ കാണുന്നതും അവളെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയതും. ഞങ്ങൾ തമ്മിൽ നല്ല മനപ്പൊരുത്തമാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് കാവ്യയ്ക്ക് പകരം എന്റെ ഭാര്യയുടെ സ്ഥാനത്ത് എന്റെ മനസ്സിൽ അഞ്ജലിക്ക് മാത്രം ഞാൻ സ്ഥാനം കൊടുത്തത്. ഈ കാര്യം എല്ലാവരോടും പറയാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചത്, പക്ഷെ സാധിച്ചില്ല. മനസ്സിൽ അഞ്ജലിയെ വെച്ചുകൊണ്ട് കാവ്യയുടെ കഴുത്തിൽ താലി കെട്ടുന്നതിലുള്ള കുറ്റബോധം കൊണ്ട് ഞാനിപ്പോ എല്ലാം തുറന്നു പറഞ്ഞത്. ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഞാൻ ജീവിതകാലം മുഴുവൻ കാവ്യയോട് വിശ്വാസവഞ്ചന ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എല്ലാവരും എന്നോട് ക്ഷമിക്കണം. നീ അഞ്ജലിയെ സ്നേഹിക്കുന്നുവെന്ന് എനിക്കറിയാമായിരുന്നു. അഞ്ജലി, നിനക്ക് എത്ര നേരം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാൻ പറ്റും? നീ ഫോൺ ഓൺ ചെയ്യുമ്പോൾ ഇത് കേട്ടാ മതി. അഞ്ജലി, എന്റെയും കാവ്യയുടെയും കല്യാണം നടക്കാൻ വേണ്ടിയാണ് നീ ആരോടും പറയാതെ സ്ഥലം വിട്ടതെങ്കിൽ നിനക്ക് തെറ്റി. നീ ഇവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കാവ്യയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടില്ല. എനിക്കൊരു ജീവിത പങ്കാളി ഉണ്ടെങ്കിൽ അത് നീ മാത്രമായിരിക്കും. എങ്ങനെയായിരിക്കണം ഒരു ലൈഫ് പാർട്ണർ എന്ന് നീ എന്നെ പഠിപ്പിച്ചത്. ആ സ്ഥാനത്ത് മറ്റൊരാളെ സങ്കല്പിക്കാൻ പോലും എനിക്ക് പറ്റില്ല. നീ ഇവിടെ ഇല്ലെങ്കിലും ഈ വിവാഹം നടക്കില്ല. ഇക്കാര്യം നിന്റെ നാവിൽ നിന്ന് തന്നെ കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. നീ എന്റെ കഴുത്തിൽ താലി കെട്ടും മുമ്പ് അഞ്ജലിയോടുള്ള നിന്റെ അഗാധ പ്രണയം നീ വിളിച്ചു പറയുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. നീ അത് പറഞ്ഞപ്പോ എനിക്ക് സന്തോഷമായി. ഒരു നവവധുവിനും കിട്ടാത്ത മഹാഭാഗ്യം എനിക്ക് കിട്ടിയിരിക്കുന്നത്. അഞ്ജലി, ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് പോലെയാ നിന്റെ ഈ കൊലുസിനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ കാവ്യെ സ്നേഹിക്കുന്നു എന്ന് തെറ്റിദ്ധരിച്ച നീ എന്റെ പ്രണയത്തെ നിരാകരിക്കുന്നെന്ന് എനിക്കറിയാം.
കാവ്യയോട് എനിക്ക് പ്രണയമില്ല. അവൾക്ക് പ്രണയിക്കാനോ അറിയില്ല. അഞ്ജലി, എന്റെ മനസ്സിലിപ്പോ നീ മാത്രമേ ഉള്ളൂ. അവിടെ കാവ്യയ്ക്ക് ഒരു സ്ഥാനവുമില്ല. നിന്റെ സ്ഥാനത്ത് എനിക്കൊരിക്കലും കാവ്യയെ കാണാനും പറ്റില്ല. കാവ്യ, ഇതൊന്നും കേട്ട് നിന്റെ മനസ്സ് തളരരുത്. അവ എന്തോ പൊട്ടത്തരം പറയുന്നതാ. നീ അത് കേട്ട് വേറൊരു തീരുമാനം എടുക്കരുത്. ഈ വിവാഹം നടക്കണം. രണ്ട് കുടുംബത്തെ ക്ഷണിക്കപ്പെട്ടവരുടെ മുന്നിലിട്ട് അപമാനിക്കരുത്. എന്താടാ? ഞാനും കാവ്യയും തമ്മിലുള്ള വിവാഹം നടക്കാൻ പാടില്ല. എനിക്കൊരിക്കലും അഞ്ജലി അല്ലാതെ കാവ്യ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നത്. ഇനിയും മര്യാദകേട് പറയാതെ പോയിരുന്ന് കാവ്യയുടെ കഴുത്തിൽ താലി കെട്ടടാ. സോറി അമ്മ. ഞാൻ പറയുന്നത് നീ അനുസരിച്ചില്ലെങ്കിൽ ഇനിയും എനിക്ക് സഹിക്കാനും ക്ഷമിക്കാനും പറ്റില്ല. എന്റെ തല പൊട്ടിത്തെറിച്ചു പോവും. മിണ്ടരുതും. എല്ലാവരുടെയും മുമ്പിലിട്ട് സ്വന്തം അമ്മയെ അപമാനിച്ച നീ എന്റെ മകനല്ല. എനിക്ക് ഇങ്ങനെ ഒരു മകനില്ല. ഇനി നീ എന്റെ മുമ്പിലേക്ക് വന്നു പോരുത്. ഓ പോടാ. ഇതിന് മാത്രം എന്ത് തെറ്റാണ് ഇവൻ ചെയ്തത്? ഇവന്റെ മനസ്സെന്താ ആരും മനസ്സിലാക്കാത്തത്? മനസ്സുകൊണ്ട് മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കുമ്പോ വേറൊരു പെൺകുട്ടിയെ താലി കിട്ടാൻ ഇവന്റെ മനസ്സിന് കഴിഞ്ഞില്ല. വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയണമെന്ന് ഇവൻ ആഗ്രഹിച്ചു. അതൊരു തെറ്റാണോ? ഒപ്പം താൻ പ്രേമിക്കുന്ന പെൺകുട്ടിയെ ചതിക്കാൻ പാടില്ലെന്ന് ഇവന് നിർബന്ധമുണ്ടായിരുന്നു. അതവൻ തുറന്നു പറയാൻ വൈകി എന്നത് സത്യമാണ്. പക്ഷേ വൈകിയാണെങ്കിലും കാവ്യയോട് വിശ്വാസവഞ്ചന കാണിക്കരുത് എന്ന ഉറച്ച തീരുമാനത്തിൽ അവന് പറയാനുള്ളത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് വെട്ടി തുറന്ന് പറഞ്ഞു. അത് നമ്മുടെ മകന്റെ വലിയൊരു ക്വാളിറ്റി അല്ലേ? മാത്രമല്ല അവൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന അഞ്ജലിയോട് 100% നീതി കാണിക്കുകയും ചെയ്തു. ഇവിടെ കള്ളം കാണിച്ചത് അഞ്ജലിയാണ്. ഇവളും അഭിയും തമ്മിലുള്ള പ്രണയം ഏറ്റവും ചുരുങ്ങിയത് സ്വന്തം കൂട്ടുകാരിയായ കാവ്യോടെങ്കിലും പറയണ്ടേ? പച്ചക്കള്ളോ ഈ പറയുന്നത്? ഞാനും അഭിയും തമ്മിൽ ഇങ്ങനൊരു ബന്ധമില്ല. എന്റെ കാവ്യയെ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരാൾ എന്നതിനപ്പുറം എന്റെ മനസ്സിൽ അഭിക്ക് ഒരു സ്ഥാനവുമില്ല. എന്റെ മരിച്ചുപോയ അച്ഛനാണേ സത്യം. എനിക്ക് അഭിയോട് ഈ നിമിഷം വരെ പ്രണയം തോന്നിയിട്ടില്ല. അങ്ങനെ ആര് പറഞ്ഞാലും വിശ്വസിച്ചാലും എന്റെ കാവ്യ തെറ്റിദ്ധരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നീ ഇങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്താൽ ഇവിടെ ചിലരൊക്കെ തെറ്റിദ്ധരിച്ചെന്ന് വരും. പക്ഷേ നീയും അഭിയും തമ്മിലുള്ള പ്രണയത്തിന്റെ
ഈ തെളിവുകൾ നിനക്ക് നിഷേധിക്കാൻ പറ്റുമോ? അഭിയുമായുള്ള പ്രണയം നിഷേധിക്കുന്ന ഇവളും അഭിയും ചേർന്നുള്ള നിമിഷങ്ങളാണ് ഈ ഫോട്ടോയിൽ കാണുന്നത്. ഇവർക്കിടയിൽ കാവ്യ എവിടെയുമില്ല. കാവ്യ അറിയാതെ ഇവർ കറങ്ങി നടന്നതിന്റെ ഒന്നാമത്തെ തെളിവുകളാണിത്. ഇതാ കാണു. എല്ലാവരും കണ്ണു തുറന്നും കാണും. ഈ ഫോട്ടോസ് കാണിച്ച് എന്നെ കള്ളിയാക്കാന്ന് നിങ്ങൾ നോക്കണ്ട. ഇത് ഞാൻ അച്ഛനെ കൊണ്ട് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ഫോട്ടോസാ. അഭി ഹോസ്പിറ്റലിൽ വന്നിരുന്നു. എന്നോടൊപ്പം കുറെ സമയം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അല്ലാതെ ഇതെല്ലാം ഞാനും അഭിയും കറങ്ങാൻ പോയപ്പോ ഉള്ള ഫോട്ടോസ് അല്ല. നിങ്ങൾ ഈ ഫോട്ടോസ് വെച്ച് എല്ലാരും തെറ്റിദ്ധരിപ്പിക്കരുത്. നിങ്ങൾക്ക് തെറ്റ് പറ്റിയതാ. എനിക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല. നീ ഇനിയും പുതിയ പുതിയ കള്ളങ്ങൾ പറയുകയാണ്. ഞാൻ പറഞ്ഞത് സത്യമാണ് അല്ലെന്ന് അഭി പറയട്ടെ. അഭിക്ക് പറയാനുള്ളത് അഭി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണ് നീയും അഭിയും തമ്മിൽ പ്രണയമാണെന്ന് എല്ലാവരും മനസ്സിലാക്കിയത്. എല്ലാരും കൂടി അഞ്ജലിയെ കുറ്റക്കാരിയാക്കണ്ട. അഞ്ജലിക്ക് അഭിയോട് പ്രണയമില്ലെന്നുള്ള കാര്യം എനിക്ക് നേരത്തെ അറിയാം. അഞ്ജലിയുടെ അച്ഛൻ ഹോസ്പിറ്റലായിരുന്ന സമയത്ത് അഭി നിരന്തരം അവിടെ പോയിരുന്നു എന്നുള്ള കാര്യം സത്യമാണ്. അച്ഛൻ ഈ ഫോട്ടോ കണ്ട് തെറ്റിദ്ധരിച്ചിട്ടാ ഇപ്പൊ സംസാരിക്കുന്നത്. നിനക്കിത് നേരത്തെ അറിയായിരുന്നോ? അഭിയുടെ ആഗ്രഹം എനിക്ക് അറിയായിരുന്നു. അതിന്റെ പേരിൽ ഒന്നും സംഭവിക്കാതിരിക്കാൻ ഞാൻ ഇവന്റെ കാല് പിടിച്ച് യാചിച്ചത്. ഇപ്പൊ ഈ അവസ്ഥ ഉണ്ടാക്കിയത് അഭിയ. എന്ന് വെച്ചാൽ അഞ്ജലി കുറ്റക്കാരി അല്ലെന്ന്, അവൾക്ക് ഒന്നും അറിയില്ലെന്ന്. അതെ, അഞ്ജലി അറിഞ്ഞോണ്ടല്ല ഇതൊന്നും സംഭവിച്ചത്. അഞ്ജലിക്ക് അറിയില്ല, പക്ഷെ ഇവർ തമ്മിൽ ബന്ധമുണ്ടെന്ന് നിനക്ക് നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ടല്ലേ അഞ്ജലിയുമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ നിനക്ക് അഭിയുടെ കാല് പിടിച്ച് അപേക്ഷിക്കേണ്ടി വന്നത്. എല്ലാരും കേട്ടില്ലേ, ഇവർ തമ്മിലുള്ള ബന്ധം ആദിക്ക് അറിയാമായിരുന്നു എന്ന്. ആദ്യം തന്നെ ഇപ്പൊ സമ്മതിച്ചു കഴിഞ്ഞു. No! ഞാനും അഭിയും തമ്മിൽ ഒരു ബന്ധമില്ല. നീ ഇനി അലർണ്ട. അതുണ്ടെന്ന് തെളിയിക്കാനുള്ള ഫോട്ടോസും വീഡിയോസും എന്റെ കയ്യിലുണ്ട്. അച്ഛാ